ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വത്തിക്കാനിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രി മാർപ്പാപ്പയെ ക്ഷണിച്ചത്. 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. ടിറ്റോ തങ്കച്ചനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. ടിറ്റോ, ഔദ്യോഗികമായി നിശ്ചയിച്ച 20 മിനിറ്റ് സമയം കഴിഞ്ഞും 1.5 മണിക്കൂറോളം മാർപ്പാപ്പയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഔദ്യോഗികമായി ഇന്ത്യ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നതാണ്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ? എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഒപ്പം മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് സംബന്ധിച്ചും എന്താണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്? അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുമെന്ന് കരുതിയ ഒരു കൂടിക്കാഴ്ചയാണ് ഒരു 1.25 മണിക്കൂറിനടുത്ത് നീണ്ടു നിന്നിരിക്കുന്നത്. എന്തായാലും ഭാരതത്തിലെ കത്തോലിക്കർ ക്രൈസ്തവരൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഭാരതം സന്ദർശിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അത്തരത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു വാർത്ത ഇന്ന് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഭാരതത്തിലെ ക്രൈസ്തവ നേതാക്കൾ അതുപോലെ കത്തോലിക്കയിലെ ബിഷപ്പുമാരുമെല്ലാം അത്തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായ കുറിപ്പുകൾ വരുന്നതേ ഉള്ളൂ. എങ്കിലും നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് വളരെ ഊഷ്മളമായ ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് പാപ്പയുമായി നടന്നത്. വിവിധ വിഷയങ്ങൾ അദ്ദേഹവുമായി വളരെ ദീർഘനേരങ്ങൾ സംസാരിക്കുവാൻ സാധിച്ചു. അദ്ദേഹത്തെ ഞാൻ ഇന്ത്യയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ സാമ്പത്തികമായ അസമത്വങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അത്തരം കാര്യങ്ങളിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്വകാര്യ ലൈബ്രറിയിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. നരേന്ദ്രമോദിയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നത്. നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം ആളുകളും ഉണ്ടായിരുന്നു. ഇവരും അവിടെ വത്തിക്കാനിലെ മറ്റുദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തിയിരുന്നൊരു നയതന്ത്ര ചർച്ച പല രീതിയിൽ ഇന്ന് വത്തിക്കാനിൽ നടക്കുകയുണ്ടായി. ഇന്ത്യയുമായി ഉള്ള നയതന്ത്ര സൗഹൃദം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം വഴിവെക്കുമെന്ന് നേരത്തെ തന്നെ നയതന്ത്ര ഉദ്യോഗസ്ഥരും മറ്റും പറഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ചർച്ച. ഏതാണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച 1.25 മണിക്കൂറിനടുത്ത് നീണ്ടുനിന്ന ഒരു ചർച്ചയാണ്. ഈ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിവിധ രാഷ്ട്രതലവന്മാർ റോമിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ 3 പേരെ മാത്രമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ 3 രാഷ്ട്രതലവന്മാരെ മാത്രമാണ് കാണുന്നതും സംസാരിക്കുകയും ചെയ്തത്. ഇതിലൊരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ തന്നെ വത്തിക്കാൻ ഇന്ത്യയുമായി ഏത് തരത്തിലുള്ളൊരു ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്ന കാര്യമൊക്കെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്, ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വത്തിക്കാനിൽ നിന്നും മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം വരുന്നു. ഈ ഒരു സാഹചര്യം രാഷ്ട്രീയപരമായി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രത്യേകിച്ചും ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തോട്, കത്തോലിക്ക സമൂഹത്തോട് BJP ഒക്കെ ഏറെ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ അത് കണ്ടതാണ്. കത്തോലിക്ക ഇവിടെ ഒരു വിവാദ പ്രശ്നമുണ്ടായപ്പോൾ തന്നെ കത്തോലിക്ക സഭയുമായി അടുത്തു നിൽക്കുകയും രാഷ്ട്രീയ BJP നേതാക്കൾ ബിഷപ്പ് ഹൗസിലെത്തുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? അതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ചില രാഷ്ട്രീയപരമായ മാനങ്ങൾ കൂടി ഈ കൂടിക്കാഴ്ചയ്ക്കും ഇതിനുശേഷം വരുന്ന വാർത്തകൾക്കുമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഗോവയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കത്തോലിക്ക വിശ്വാസികളുടെ വലിയ വോട്ട് ഉള്ള സ്ഥലമാണ് ഗോവ പോലെ ഒരു സംസ്ഥാനം. അവിടെ നിലവിൽ കത്തോലിക്കർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇതൊരു പ്രചാരണ വിഷയവും ചർച്ചയും ഒക്കെ ആക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ വിഭാഗങ്ങൾക്കും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ സ്വാധീനമുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ചർച്ചകളിലൊക്കെ ഈ വത്തിക്കാനുമായി ഇന്ത്യ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള നമ്മുടെ സർക്കാർ കാണിക്കുന്ന ഈ അടുപ്പം, ഈ സ്നേഹം, ആ ബന്ധങ്ങളൊക്കെ ചർച്ചയാക്കുകയും ആ രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വേണമെന്ന് BJPയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആവശ്യപ്പെടലുകളും മറ്റും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള വഴികൾ തെളിയുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഇന്ന് കർദിനാൾ ക്ലിമിസിനെയൊക്കെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കുക, അദ്ദേഹത്തോട് സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ ഇപ്പോൾ തന്നെ ഇത് വളരുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതിനു മുമ്പ് 1999 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചത്. അന്ന് AB വാജ്പേയി ആയിരുന്നു, BJP നേതാവായിരുന്ന AB വാജ്പേയി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരാനുള്ളൊരു ക്ഷണം നൽകുന്നതും അത്തരത്തിൽ ഇനി അത് സംഭവിക്കാൻ പോകുന്നതുമൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് എന്നുള്ള കാര്യവും കൂട്ടി വായിക്കപ്പെടും എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രചാരണങ്ങളിലേക്കൊക്കെ BJPയും കടക്കുവാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഉള്ള വോട്ടും മറ്റും ലക്ഷ്യമിട്ട് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള നയതന്ത്ര ബന്ധങ്ങൾ അത് കൂടുതൽ ശക്തമാകും. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെയുള്ള ഒരാൾ, അദ്ദേഹം ഒരു ലോകമറിയുന്ന നേതാവാണ്, ഒരു മതത്തിൻ്റെ തലവൻ എന്നുള്ളതിലുപരിയായി ലോക നേതാക്കൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹവുമായുള്ള ഊഷ്മള ബന്ധം ഇന്ത്യക്കും അതുപോലെ വത്തിക്കാന് ഇന്ത്യയുമായുള്ള ബന്ധവും ഒരേപോലെ ഗുണം ചെയ്യുമെന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളായിരിക്കും ഇനി മുമ്പോട്ട് പോവുക. പ്രത്യേകിച്ച് ഇനിയും ഭാരത കത്തോലിക്ക സഭ ഈ മാർപ്പാപ്പയുടെ സന്ദർശനം, പ്രധാനമന്ത്രി അദ്ദേഹത്തെ ക്ഷണിച്ചു കഴിഞ്ഞു, ഇനി സഭയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളാണ് നടക്കേണ്ടത്. ഇനി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക, എവിടെയൊക്കെയാണ് സന്ദർശനം നടത്തേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇനിയും തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പലതവണ പറഞ്ഞതാണ് എനിക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്നും ഇന്ത്യ സന്ദർശിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം പരസ്യമായി പലതവണ വ്യക്തമാക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ നരേന്ദ്രമോദി എന്തായാലും വത്തിക്കാനിൽ നിന്നും ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി വരണം. എന്ന് ഇന്ത്യയിലേക്ക് സന്ദർശനം ഉണ്ടാകും, അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൂടി ഇനി വരാനുണ്ട്. തീർച്ചയായും അത് ഉടൻ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മാർപ്പാപ്പ വളരെ തിരക്കേറിയ വ്യക്തിത്വമാണ്, അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ സന്ദർശിക്കേണ്ടതുണ്ട്, സഭയുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിനും എല്ലാം സൗകര്യകരമായ ഒരു ദിവസത്തിലേക്കായിരിക്കും ഇനിയുള്ള ചർച്ചകളും ഒക്കെ പോകുക. അതൊക്കെ നയതന്ത്രപരമായ കാര്യങ്ങളാണ്. അപ്പോൾ വത്തിക്കാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ അവർ പിന്നീട് നമ്മളെ അറിയിക്കും, അല്ലെങ്കിൽ തീയതികളൊക്കെ പിന്നീട് പ്രഖ്യാപിക്കും. ഇവിടെയുള്ള ഭാരത കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട അതിൻ്റെ തലവന്മാർ, ഇന്ത്യയിലെ അവരുടെ പ്രതിനിധി, അവരൊക്കെ ചർച്ചകൾ നടത്തിയാകും ഇനി തീയതിയും മറ്റും പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിൽ വരണം, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നുള്ള കാര്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നു എന്ന കാര്യം ഓർക്കണം. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ, കത്തോലിക്ക വിശ്വാസികൾ വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനം സന്ദർശിക്കുമോ എന്നുള്ള കാര്യം ഉൾപ്പെടെ ഇനി വരുന്ന ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ സഭയാ നേതൃത്വത്തിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ നടന്ന്, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ തലവൻ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന കാര്യം ഓർക്കണം. വത്തിക്കാൻ്റെ തലവൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ നയതന്ത്രപരമായ കാര്യങ്ങൾ കൂടി അതിൽ നോക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെ തീരുമാനമെടുത്ത ശേഷമാകും ഇത്തരത്തിലുള്ള പ്രഖ്യാപനവും തീയതിയും മറ്റും സംബന്ധിച്ച് വരിക. എന്തായാലും ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇനിയും കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ ഇപ്പോൾ തന്നെ തുടങ്ങും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. അവരുടെ ആവശ്യം കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കണമെന്നുള്ളത്. അവരുടെ ദീർഘനാളായുള്ള ആവശ്യമാണ്. ഇപ്പോൾ അങ്ങനെ ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ ഇന്ത്യ ഔദ്യോഗികമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സവിശേഷ സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ സന്ദർശനം ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുകൂടിയാണ്. വിവരങ്ങളാണ് ടിറ്റു തങ്കശൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ബെസേലിയോസ് ക്ലെമീസ് കത്തോലിക്ക ബാവയെ സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച. ലോകരാഷ്ട്രങ്ങൾക്കും ഇന്ത്യക്കും പ്രത്യാശ നൽകുന്ന കൂടിക്കാഴ്ചയെന്ന് ക്ലെമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു. കൂടിക്കാഴ്ച സാമുദായിക ഐക്യ സന്ദേശം നൽകുമെന്ന് സുരേന്ദ്രൻ പ്രതികരിച്ചു. റോമിലെ കൂടിക്കാഴ്ച നമ്മുടെ രാജ്യത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും വിവിധ മതസമൂഹങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിലും കൂടുതൽ ഊഷ്മളത കൈവരിക്കുന്നതിന് ഇടയാകും എന്ന പ്രത്യാശയിൽ സന്തോഷപൂർവ്വം നാം ഏവരും അതിൻ്റെ അനുദിന ഫലങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. സന്ദർശനത്തെക്കുറിച്ച് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് വലിയ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. തെക്കൻ ജില്ലകളിലും മലയോര മേഖലയിലും അതിശക്തമായ മഴ ലഭിച്ചേക്കും. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നാളെയും മറ്റന്നാളും ഇതേ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 3-ാം തീയതി വരെ ശക്തമായ മഴ തുടർന്നേക്കും. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശ്രീലങ്കൻ തീരത്തേക്ക് തുടരുന്നു. അടുത്ത 3 ദിവസം പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്പിൽവേയിലൂടെ പരിമിതമായ രീതിയിൽ വെള്ളമൊഴുകിയിട്ടും ജലനിരപ്പ് താഴാത്ത സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ 3 ഷട്ടറുകളും വീണ്ടും ഉയർത്തി. ജലനിരപ്പ് 138.9 അടിയായി ഉയർന്ന സാഹചര്യത്തിലാണ് 3 ഷട്ടറുകളും 70 സെന്റിമീറ്റർ ഉയർത്തിയത്. തമിഴ്നാട് കൂടുതൽ ജലം കൊണ്ടുപോകണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വെള്ളമൊഴുക്കിയിട്ടും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറയാത്ത സാഹചര്യത്തിലാണ് തമിഴ്നാടിനോട് കൂടുതൽ വെള്ളം കൊണ്ടുപോകാൻ കേരളം ആവശ്യപ്പെട്ടത്. ഇതിലൂടെയല്ലാതെ ജലനിരപ്പ് താഴ്ത്താനാവില്ലെന്ന് തമിഴ്നാടിനെ അറിയിച്ചു. തമിഴ്നാട് കൂടുതൽ വെള്ളം കൊണ്ടുപോകണം. ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിക്കാത്തത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. 32.85 ഇപ്പം തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് വെള്ളവും കൂടി അവർ കൊണ്ടുപോകണം. റൂൾ കർവ് അനുസരിച്ചുള്ള വെള്ളം കൊണ്ടുപോകേണ്ടതാണ്. തൊട്ടു പിന്നാലെയാണ് കൂടുതൽ വെള്ളമൊഴുക്കാൻ തമിഴ്നാട് തീരുമാനിച്ചത്. മുല്ലപ്പെരിയാറിൽ നിന്നും അധിക ജലമെത്തി തുടങ്ങിയിട്ടും ഇടുക്കി ഡാമിലെ ജലനിരപ്പ് വീണ്ടും കുറഞ്ഞത് ആശ്വാസമായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ഇടുക്കിയിലേക്ക് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നലെ രാത്രിയോടെ വർദ്ധിപ്പിച്ചിരുന്നു. ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയെങ്കിലും പെരിയാറിൽ നിലവിലുള്ള ജലനിരപ്പിനേക്കാൾ അരയടിക്ക് മുകളിൽ മാത്രമായിരിക്കും വെള്ളം ഉയരാൻ സാധ്യത. അതിനാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ അവലോകന യോഗവും വിളിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാം അപകട ഭീഷണിയിലാണെന്ന് ആവർത്തിച്ച് കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫ്. ഡാം സുരക്ഷിതമാണെന്ന് മുഖ്യമന്ത്രിയോ ജലസേചന മന്ത്രിയോ ആര് പറഞ്ഞാലും അത് തെറ്റാണ്. പുതിയ ഡാം അല്ലാതെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മറ്റു മാർഗങ്ങളില്ല. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും PJ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. പത്തനംതിട്ട കക്കി ആനത്തോട് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 2-3 ഷട്ടറുകളാണ് 30 സെന്റിമീറ്റർ വീതം ഉയർത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തമായതും ജലനിരപ്പ് ഉയർന്നതുമാണ് ഷട്ടറുകൾ തുറക്കാൻ കാരണം. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കഴിഞ്ഞ 18-ന് കക്കി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നിരുന്നു. നദീതീരത്തിലുള്ളവർ ഏവരും ജാഗ്രത പാലിക്കണം. സുരക്ഷിതമായ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറണം എന്നും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ ഇത് കാരണം യാതൊരു പ്രയാസവും ഉണ്ടാകാതെ നാം ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇന്നും നാളെയും പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴയുടെ പ്രവചനവും ഉള്ള സാഹചര്യത്തിൽ ഏവരും ജാഗ്രത പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. മുല്ലപ്പെരിയാറും കക്കി ഡാമും തുറന്നതിൽ പേടിക്കേണ്ട ഒരു സാഹചര്യവുമില്ലെന്ന് മന്ത്രി കെ രാജൻ. ജലം കടന്നുപോകുന്ന എല്ലാ വഴികളും ശക്തമായ നിരീക്ഷണത്തിലാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് ആത്യന്തികമായി സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാരിന് വേണ്ടി അസന്നിഗ്ധമായി ഞാൻ പറയട്ടെ, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വന്നേ മതിയാകൂ എന്നാണ് കേരളത്തിലെ ഗവൺമെന്റ് അഭിപ്രായം. അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണം എന്ന് കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് കേവലം വാശിയുടെ അടിസ്ഥാനത്തിലല്ല, പുതിയ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ജാമ്യം ലഭിച്ച ആര്യൻ ഖാൻ ജയിൽ മോചിതനായി. അറസ്റ്റിലായി 28 ദിവസത്തിന് ശേഷമാണ് ആര്യൻ ഖാൻ പുറത്തിറങ്ങിയത്. വ്യാഴാഴ്ച ജാമ്യം ലഭിച്ചിട്ടും നിശ്ചിത സമയത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് മോചനം വൈകിയത്. മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ ആർദർ റോഡ് ജയിലിന് മുൻപിൽ എത്തിയിരുന്നു. വ്യാഴാഴ്ച ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും ജാമ്യവ്യവസ്ഥയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കിയുള്ള കോടതി ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത്. ഇന്ന് രാവിലെ ജാമ്യ ഉത്തരവ് ആദർ റോഡ് ജയിൽ അധികൃതർ കൈപ്പറ്റി. നടപടികൾ പൂർത്തിയാക്കി 11 മണിയോടെ ആര്യൻ ഖാൻ പുറത്തിറങ്ങി. രാവിലെ മുതൽ ജയിൽ പരിസരത്തും ഷാരൂഖ് ഖാന്റെ വസതിയായ മന്നത്തിന് പുറത്തും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ആര്യനെ കൂട്ടിക്കൊണ്ടുപോകാനായി ഷാരൂഖ് ഖാൻ അടക്കം ജയിലിൽ എത്തിയിരുന്നു. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ഷാരൂഖ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയില്ല.
അംഗരക്ഷകരുടെ സുരക്ഷാ വലയത്തിലാണ് ആര്യൻ ഖാൻ വസതിയിൽ എത്തിയത്. 14 ഉപാധികളോടെയാണ് ബോംബെ ഹൈക്കോടതി ആര്യൻ ഖാൻ, അർബാസ് മർച്ചന്റ്, മുൻമുൻ തമേച്ച എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ ഈ മാസം 2-ന് കസ്റ്റഡിയിലായ ആര്യൻ ഖാനെ പിറ്റേ ദിവസമാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തത്. 8-ാം തീയതി മുതൽ ആദർ റോഡ് ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അന്തരിച്ച കന്നഡ സൂപ്പർ താരം പുനീത് രാജ്കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് പതിനായിരങ്ങൾ. ബംഗളൂരു കണ്ടീരവ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ചിട്ടുള്ള മൃതദേഹത്തിൽ ആദരമർപ്പിക്കാൻ ആരാധകരടക്കം നിരവധി പേരാണ് എത്തുന്നത്. പിതാവ് രാജ്കുമാറിന്റെ സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് പുനീതിന്റെ മൃതദേഹം സംസ്കരിക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. അമേരിക്കയിലുള്ള മകൾ വൈകിട്ടോടെ ബംഗളൂരുവിലെത്തും. സംസ്കാര സമയം പിന്നീട് തീരുമാനിക്കും. മന്ത്രി VN വാസവന്റെ പ്രൈവറ്റ് സെക്രട്ടറി ജോർജ് മാത്യുവിനെ മാറ്റി. മന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നടപടിയെന്നാണ് സൂചന. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ജോർജ് മാത്യുവിനെ സംഘടനാ ചുമതലയിലേക്ക് മടക്കിയെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. കഴിഞ്ഞയാഴ്ച ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ജോർജ് മാത്യുവിനെ മാറ്റാനുള്ള തീരുമാനം എടുത്തത്. മന്ത്രി വാസവനുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് നടപടിയെന്നാണ് വിവരം. ജോർജ് മാത്യുവിനെതിരെ വാസവൻ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നതായും സൂചനയുണ്ട്. എന്നാൽ CPM സംസ്ഥാന നേതൃത്വവും മന്ത്രിയുടെ ഓഫീസും ഇത് നിഷേധിക്കുന്നു. കൊല്ലത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ 2 നേതാക്കൾ അടുത്തിടെ പാർട്ടി നടപടി നേരിട്ടിരുന്നു. ഇവർക്ക് പകരം ജില്ലയിലെ സമ്മേളന നടത്തിപ്പ് ഏകോപനത്തിനായി ജോർജിനെ ജില്ലയിലേക്ക് അയച്ചുവെന്നാണ് വിശദീകരണം. ജോർജ് മാത്യുവിനെ മാറ്റിയെങ്കിലും പകരം പ്രൈവറ്റ് സെക്രട്ടറിയെ തീരുമാനിച്ചിട്ടില്ല. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ മാത്തുക്കുട്ടിക്കാണ് ചുമതല. ജോർജ് മാത്യു തിങ്കളാഴ്ച സ്ഥാനമൊഴിയും. ന്യൂസ് 18 തിരുവനന്തപുരം. മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിലെ പെൺകുട്ടിയെ ആശുപത്രിയിൽ പൂട്ടിയിട്ടെന്ന പരാതിയിൽ പോലീസ് കേസെടുക്കാൻ വൈകുന്നു. വൈദ്യപരിശോധനയ്ക്കിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മുറിയിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു പരാതി. മൊഴി രേഖപ്പെടുത്തി ദിവസങ്ങളായിട്ടും പോലീസ് കേസെടുത്തിട്ടില്ല. മോൺസൺ മാവുങ്കലിനെതിരായ പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിയെ പൂട്ടിയിട്ടതിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ കേസെടുത്തില്ല. മെഡിക്കൽ കോളേജിൽ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തിയതായി 3 ദിവസം മുൻപാണ് പെൺകുട്ടി പരാതി നൽകിയത്. ആദ്യം കളമശ്ശേരി സ്റ്റേഷനിലെത്തിയെങ്കിലും മൊഴിയെടുത്തില്ല. തുടർന്ന് എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനിൽ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ FIR രജിസ്റ്റർ ചെയ്തില്ല. മൊഴിപ്പകർപ്പ് കാണാൻ പോലും പെൺകുട്ടിയെ അനുവദിച്ചുമില്ല. കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് മൊഴിപ്പകർപ്പ് കൈമാറിയെന്നാണ് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിശദീകരണം. ഡെപ്യൂട്ടി കമ്മീഷണർ ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇതുവരെ മെഡിക്കൽ കോളേജിനെതിരെ ഒരു കേസ് പോലും എടുത്തിട്ടില്ല. സ്വാഭാവിക നടപടിക്രമങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങൾ ഇതിന് തെളിവായുണ്ടെന്ന് കോളേജ് അവകാശപ്പെട്ടെങ്കിലും ഈ ദൃശ്യങ്ങളും ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. ന്യൂസ് 18 കൊച്ചി. സ്കൂൾ തുറക്കാൻ ഒരുക്കം. സ്കൂൾ തുറക്കുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കാത്ത കുട്ടികൾ കൂടി ക്ലാസ് മുറികളിലേക്ക് എത്തുന്നുണ്ട്. അവരും അവരുടെ രക്ഷിതാക്കളുമാണ് സ്കൂൾ തുറക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. വാളയാർ വാദ്യാർചള്ള ആദിവാസി ഊരിൽ നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. ഞാൻ നിൽക്കുന്നത് വാളയാറിലെ വാദ്യാർചള്ള എന്ന ആദിവാസി കോളനിയിലാണ്. ഇവിടെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ വന്ന സമയത്ത് കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത്. എന്തൊക്കെയാണ് പഠിച്ചേ? 10 വരെയൊക്കെ ഉണ്ടോ? ഒന്നെണിക്ക് കേൾക്കട്ടെ. 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഇവിടെ തന്നെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടം? സ്കൂളിൽ പോകുന്നതായിരുന്നു ഇഷ്ടം? സ്കൂളിൽ പോകുന്നതാണ് ഇഷ്ടം. നിങ്ങളെല്ലാവരും ചേർന്നിട്ട് പാട്ട് പാടില്ലേ? നമ്മളോടൊപ്പം ഇപ്പോൾ വാദ്യാർചള്ളയിലെ രക്ഷിതാക്കൾ കൂടി ചേരുന്നുണ്ട്. ഈ ഒരു 1.5 വർഷക്കാലം എങ്ങനെയായിരുന്നു കുട്ടികളുടെ പഠനവും കാര്യങ്ങളൊക്കെ? 1.5 മാസമായിട്ട് ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. നന്നായി പഠിക്കുന്നുണ്ട്.
കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് ടീച്ചർ വരാത്ത മുമ്പ് അവർ കളിക്കണത് മാത്രമാണ്. പിന്നെ ടീച്ചർ വന്നതിന് ശേഷം നന്നായി പഠിക്കുന്നുണ്ട്. അംഗനവാടിയിൽ ഒരു TV VSSനെ കൊണ്ടുവന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കറണ്ടിൻ്റെ സൗകര്യം ഇതൊക്കെ ഇല്ലാത്ത കാരണം അംഗനവാടിയിലുണ്ട്, അല്ല VSSൻ്റെ ഓഫീസിലുണ്ട്. അത് കറണ്ടിൻ്റെ സൗകര്യമൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ പഠിപ്പൊന്നും കമ്മിയാണ്. ചിലവർക്ക് TV ഇല്ല, ഫോണില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പഠിത്തമൊന്നും ശരിയില്ല. എന്തായാലും ഹോസ്റ്റലിൽ പഠിക്കണ പോലെ ഇവിടെ പഠിപ്പില്ല, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല. സ്കൂളിൽ തുറക്കുന്നത് പോകുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോനോ സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണോ? ഇയാൾക്കോ ഇഷ്ടമാണോ? ഇങ്ങനെയും കുറേ കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് ആവശ്യമായ ഒരു മേൽനോട്ടവും നിരീക്ഷണവും എല്ലാം തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ എല്ലാം തന്നെ ഇനിയും വേണ്ടിവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ടി വിയിലെല്ലാം തന്നെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളെല്ലാം ഈ ഭാഗത്ത് വളരെ കുറവാണ്, അവർക്ക് കൃത്യമായി കാണാറില്ല. മൊബൈൽ നോക്കുന്നെങ്കിൽ പോലും കുട്ടികൾക്ക് കൃത്യമായ ഒരു പഠനം നേരിട്ട് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നം കുട്ടികളും പറയുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. രാജ്യത്തെ എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പോർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.